ഹലോ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനുള്ള 14ാമത്തെ ദിവസമാണിന്ന്. സോ ഐ വെൽക്കം യു ഓൾ. നിനക്ക് മരം കയറാൻ അറിയുമോ? ഈ ഒരു സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഈ ഒരു സെൻറ്റൻസിന് ഫുള്ളായിട്ട് നമുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. സോ നിനക്ക് അറിയുമോ എന്നുള്ള ഒരു ഭാഗം മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നിനക്കറിയുമോ? ഡു യു നോ? നിനക്ക് മരം അറിയുമോ? മരത്തിന് നമുക്കറിയാം ഇംഗ്ലീഷിൽ ട്രീ എന്നാണ് പറയുന്നത്. സോ ഡു യു നോ ദ ട്രീ? നിനക്ക് മരം കയറാൻ അറിയുമോ? കയറുവാൻ എന്നുള്ള ഒരു സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ക്ലൈംബ്. ഡു യു നോ ടു ക്ലൈംബ് ദ ട്രീ? ഇനി ഇതേ സെൻറ്റൻസ് നമുക്ക് മാറ്റി എങ്ങനെ പറയാം? നിനക്ക് മരം കയറാൻ അറിയുമോ എന്നതിന് പകരം നിനക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അറിയുമോ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? നിനക്കറിയുമോ? ഡു യു നോ? അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡു യു നോ? ഇനി ഭക്ഷണം പാകം ചെയ്യുവാൻ അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഡു യു നോ ടു കുക്ക്? അങ്ങനെ പറഞ്ഞാലും മതി. ഡു യു നോ ടു കുക്ക്? കുക്ക് എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണം ഉണ്ടാക്കുന്നതിനെയാണ്. ഇപ്പോൾ ടു കുക്ക്, ഇവിടെ മരത്തിന് പകരം നമുക്കിവിടെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ആക്കുകയാണെങ്കിൽ ഡു യു നോ ടു കുക്ക് അല്ലെങ്കിൽ ടു പ്രിപ്പയർ ബിരിയാണി. കുക്ക് അല്ലെങ്കിൽ പ്രിപ്പയർ ഇങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാം. ഡു യു നോ ടു കുക്ക് ബിരിയാണി? ഡു യു നോ ടു പ്രിപ്പയർ ബിരിയാണി? അല്ലെങ്കിൽ ബിരിയാണിക്ക് പകരം വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ സെൻറ്റൻസുകൾ ഡു യു നോ എന്ന് വെച്ചിട്ട് മാറ്റി മാറ്റി അതിൻ്റെ ടു എന്നൊരു വാക്ക് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് ആപ്ലിക്കബിളായിട്ട് തോന്നുന്ന ഓരോ വേർഡ്സുകൾ അവിടെ ആഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഓക്കെ, സോ ഇറ്റ്സ് ഫോർ യു ടു ലേൺ ടുഡേ. വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഉപകാരപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഒരു സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.